ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3 പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തെ ആദ്യത്തെ ഫസ്റ്റിലത്തെ ഹെയർ നമ്മൾ ഹെന്നയൊക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ആ ഹെന്ന ചെയ്ത ഗ്രേ ഹെയറിനെല്ലാം ഹെന്നയുടെ കളർ പിടിച്ച് ഒരു റെഡും ബ്രൗണും കൂടെ കലർന്ന ഒരു കളറായിരുന്നു കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തപ്പോഴത്തേക്ക് ഹൈലൈറ്റ് ചെയ്ത കളർ പോലെ അത് പെർമനൻ്റ് ഇനി ആ കളർ പോകത്തില്ല, നല്ല ഭംഗിയുള്ളൊരു കളറായി. ഇനി ഹെന്ന ചെയ്യരുത്, ഇനി ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഡാമേജ് ആവും, അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെന്ന ചെയ്യുവാണെങ്കിൽ തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരു 3 മാസമെങ്കിലും നിർത്തിയിട്ട് വേണം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വരാൻ. രണ്ടാമത്തെ കേൾസ് ഉള്ള ഹെയറാണ്. നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ നേരത്തെ ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് ഡാമേജ് ആയിട്ടുള്ളൊരു ഹെയറാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഭാഗം ഒന്ന് ചെറിയ കേൾസ് ആകണമെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ ചെറിയൊരു വേവി ആക്കിക്കൊണ്ടാണ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം ഒത്തിരി ഡാമേജ് ആയിട്ടുള്ള ഹെയർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് 6 മാസമൊക്കെ ആകുമ്പം റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്തൊന്ന് കെരാറ്റിനോടെ ചെയ്യണം, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇപ്പം നല്ല ചൂടാണ്, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അതുപോലെ സലാഡ് കൂടുതൽ കഴിക്കുക, കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. ചോറ് കുറയ്ക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നമ്മുടെ ഹെയർ ശ്രദ്ധിക്കണം. ആഴ്ച 2 ദിവസമെങ്കിലും ഷാമ്പൂ, കണ്ടീഷണർ ഒക്കെ ഉപയോഗിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഹെയർ പാക്ക്, ആ ഹെയർ പാക്ക് നമ്മൾ 2 ആഴ്ച ഇരിക്കുമ്പോഴോ അല്ലെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെയർ പാക്ക്, അതെല്ലാവരും ഉപയോഗിക്കുക. എന്നാൽ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെന്നയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഹെയർ നല്ലൊരു റെഡും ബ്രൗണും കൂടെ കലർന്ന ഒരു കളറാണ് നമുക്ക് അത് കിട്ടിയത്. അത് ഹൈലൈറ്റൊക്കെ ചെയ്ത് അതേപോലെ കിടക്കും നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ കെരാറ്റീനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയർ ആയിട്ട് കിട്ടി. അത് ആ ഹൈലൈറ്റ് ചെയ്ത് അതേപോലെ ഒരു ബ്രൗണും കുറച്ച് റെഡും കൂടെ കലർന്നൊരു കളർ, നല്ല ഭംഗിയായിരുന്നു ആ ഹെയർ ഒപ്പം കാണാൻ. അപ്പോൾ ഇതിനി ഓരോ വാഷ് കഴിയും തോറും വോളിയം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ മാസത്തിലൊരു പ്രോട്ടീനും കൂടെ ചെയ്യണം. ഇനി ഹെന്ന ചെയ്യരുത്, ഹെയർ കളർ മാത്രമേ ചെയ്യാവൂ. ഇത് രണ്ടാമത്തെ ഹെയർ ഒത്തിരി കേൾസ് ഇല്ല, എന്നാലും കേൾസ് ഉണ്ട് ഹെയറിന്. നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഫേസിന് ചേരുന്ന രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇതും റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്താൽ ഏറ്റവും നല്ലത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. ഇനി ഓരോ വാഷ് കഴിയുന്തോറും വോളിയം കൊടുത്തേ ഉള്ളൂ. അതുപോലെ ഫേസിനൊക്കെ നല്ല ചേഞ്ചായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അഴിച്ചിട്ടുകൊണ്ട് നടക്കും, കെട്ടി വെക്കണമെങ്കിൽ കെട്ടിയും വെക്കാം. അതുപോലെ ഹെന്ന ചെയ്യരുത് ഹെയറിൽ. നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്താൽ ഇനി ഹെന്ന ചെയ്യരുത് ഹെയറിൽ. അല്ലാതെ നമുക്ക് ഹെയർ കളർ ഹൈലൈറ്റും ഒക്കെ ചെയ്യാം. ഇത് മൂന്നാമത്തെ ഹെയർ നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. നേരത്തെ ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് ഹെയർ നല്ല ഡാമേജ് ആയിട്ടാണ് കിട്ടിയത് ഹെയർ. അപ്പോൾ ഈ ഹെയറിനകത്ത് ചെറിയ കേൾസും വേണം, ഒരുപാട് ലെങ്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതുകൊണ്ട് ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഫേസിന് ചേരുന്ന രീതി കട്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. ഇത് രാത്രി കിടക്കുമ്പം കെട്ടി വെച്ചിട്ട് കിടക്കണം ഹെയർ. അല്ലെങ്കിലും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്താൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, രാത്രി കെട്ടി വെച്ചിട്ടേ കിടക്കാവൂ, അഴിച്ചിട്ടുകൊണ്ട് കിടക്കരുത്. ഏറ്റവും നല്ലത് നമ്മൾ കെട്ടി വെച്ചിട്ട് കിടക്കാം. അത് ബണ്ണ് ഉപയോഗിച്ച് കെട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് മുറുക്കി കെട്ടാതെ ബണ്ണ് ഉപയോഗിച്ച് കെട്ടാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്.
ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്